ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസ്. ഇന്നൊരു ചിക്കൻ്റെ പ്രിപ്പറേഷനാണ് ചെയ്യാൻ പോകുന്നത്. പെഷാവരി ചിക്കൻ കബാബ്, ഒരു നോർത്ത് ഇന്ത്യൻ കബാബ് റെസിപ്പിയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് പെഷാവരി ചിക്കൻ കബാബ് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമായിട്ട് അതിൻ്റെ മിക്സിംഗ് ആണ്. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ നന്നായിട്ട് മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ബൗളിലേക്ക് ഇടുകയാണ്. നമ്മൾ സാധാരണ ചിക്കൻ കൊച്ചു ക്യൂബ് സൈസിലാക്കിയതിന് ശേഷം അത് മിക്സിയിൽ വെച്ച് ഒരു 10 സെക്കൻഡ് ഗ്രൈൻഡ് ചെയ്താൽ മതി. നമുക്കിങ്ങനെ മിൻസ്ഡ് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. ഇനി അതിലേക്ക് മസാലകളാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാണ്. 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്തു. നമ്മൾ സാധാരണ വീട്ടിൽ പൊടിച്ചു വയ്ക്കുന്ന ഗരം മസാല. ഇനി അതിലേക്ക് പ്രത്യേകമായി ആഡ് ചെയ്യേണ്ട മസാല എന്ന് പറയുന്നത് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ഒരു 1/4 ടീസ്പൂൺ കൊറിയാൻഡർ, കൊത്തമല്ലി, മല്ലി വീട്ടിലുണ്ടാവുമല്ലോ മുഴുവൻ മല്ലി, അതൊന്ന് ക്രഷ് ചെയ്തത്, പിന്നെ ജീരകം ഒരു 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്തത്, അതിനോടൊപ്പം തന്നെ അനാർദാന പൗഡർ നമുക്ക് ഷോപ്സിലൊക്കെ മേടിക്കാൻ കിട്ടും, പൊമേഗ്രാനേറ്റ് പൗഡറാണ്, അതൊരു 1/2 ടീസ്പൂൺ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്, വെളുത്തുള്ളി, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി, ജിഞ്ചർ, അതും ക്രഷ് ചെയ്തെടുത്തത്. ഇത്രയും ആഡ് ചെയ്യുക. ഇനി അടുത്ത് ഗ്രീൻ ചില്ലി കുഞ്ഞായിട്ട് നുറുക്കിയത്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് മല്ലിയില കുഞ്ഞായിട്ട് നുറുക്കിയത് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് പുതിനയില, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് 3 ടേബിൾ സ്പൂൺ കടലമാവാണ്, ബേസൻ ഫ്ലോർ. അത് നമുക്കിത് കബാബ് നല്ല ഒട്ടിപ്പിടിച്ച് ചിക്കനെല്ലാം നല്ല ഇതായിട്ട് ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് 1 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചത്, അതും കൂടെ നമ്മൾ ആഡ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യേണ്ടി വരും, അല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല. ഞാനിത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് 1/2 hour മാരിനേഷൻ എല്ലാം സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ മാത്രമേ നമ്മളിനി ടൊമാറ്റോയും ഒണിയനും ആഡ് ചെയ്യുള്ളൂ. 1/2 മണിക്കൂറിൽ കൂടുതൽ ഞാനിത് സെറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1 സവാള കുഞ്ഞായിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. സവാള നമ്മൾ നേരത്തെ ചേർത്താലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ സവാളയിൽ നിന്ന് വെള്ളം ഊറി ഇതിൻ്റെ കൺസിസ്റ്റൻസിക്ക് മാറ്റം വരും. അതിങ്ങനെ സോളിഡായിട്ട് തന്നെ ഇരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ചേർക്കുന്നത്. അതുപോലെ തന്നെയാണ് ടൊമാറ്റോയും. ഞാനിവിടെ ഒരു കുഞ്ഞു ടൊമാറ്റോ കുഞ്ഞായിട്ട് നുറുക്കി, ഒരു ചെറിയ ടൊമാറ്റോ എടുത്താൽ മതിയാവും, അത് കുഞ്ഞായിട്ട് നുറുക്കിയത് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് കൈയിട്ട് തന്നെ മിക്സ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കത് പാകത്തിന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മിക്സ്ചർ റെഡിയായി. ഇനി നമുക്കിത് വറുത്ത് കോരിയാം. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ അല്ല. നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളൊരു ഫ്രൈയിങ് പാൻ വയ്ക്കുക. അതിനുശേഷം അതിലേക്കൊരു 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എനി വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. അത് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ ഇങ്ങനെ തടവിയതിന് ശേഷം കയ്യിൽ എണ്ണ ഒന്ന് തടവുക. എന്നിട്ട് ആ മിക്സ്ചർ കയ്യിൽ ഒരു ബോളിൻ്റെ, ചെറിയൊരു ബോളിൻ്റെ വലുപ്പത്തിൽ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ കബാബിൻ്റെ രീതിയിൽ ഇങ്ങനെ പരത്തി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക.
ഓരോ പ്രാവശ്യവും നമ്മൾ കയ്യിൽ എണ്ണ പുരട്ടണം. നമ്മളുടെ മിക്സ്ചർ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മീഡിയം ടു ഹൈയിലാണ് ഫ്ലെയിം വയ്ക്കേണ്ടത്. തീരെ ഹൈയിൽ പാടില്ല, ഇതിൽ കരിഞ്ഞു പോവും, പാകത്തിന് വെന്ത് കിട്ടില്ല. ഓരോ സൈഡും നമ്മളൊരു 5 മിനിറ്റ് വീതം ഷാലോ ഫ്രൈ ചെയ്യണം. നമ്മൾ ഈ മിക്സ്ചർ ഓവർനൈറ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചാലും നമുക്ക് പിറ്റേ ദിവസം എടുത്തുണ്ടാക്കാം. ഉണ്ടാക്കുന്ന ടൈമിൽ മാത്രം സവാളയും ടൊമാറ്റോസും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഓരോ സൈഡും 5 മിനിറ്റ് വീതം ഷാലോ ഫ്രൈ ആയാൽ മതി. മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. രണ്ട് സൈഡും നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓരോ സൈഡും 5 മിനിറ്റ് വീതം ഫ്രൈ ചെയ്താൽ മതി. കബാബ് ഫ്രൈ ചെയ്യുന്ന കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കബാബിൻ്റെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം, ഈ റെസിപ്പിയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നമ്മളെ കബാബ് 4 ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റി. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്നത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ ടൈമും നമ്മൾ കയ്യിൽ എണ്ണ തടവി തന്നെ ചെയ്യണം. രണ്ടാമത്തെ സെറ്റും ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. ത്രൂ ഔട്ട് കുക്കിംഗ് നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. അല്ലെ നമുക്ക് ചിക്കൻ നന്നായിട്ട് പാകത്തിന് വെന്ത് കിട്ടുകയുള്ളൂ. നമ്മുടെ ടേസ്റ്റി പെഷാവരി ചിക്കൻ കബാബ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്രീൻ ചട്ടണിയോടൊപ്പം യൂസ് ചെയ്യാം, ടൊമാറ്റോ സോസിനോടൊപ്പം യൂസ് ചെയ്യാം, അണിയൻ റോ ആയിട്ട് കട്ട് ചെയ്ത് അതിനോടൊപ്പം യൂസ് ചെയ്യാം. അത് അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച്. അപ്പോൾ ഇതെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ തലേ ദിവസമേ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ പിറ്റേ ദിവസം അണിയനും ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പെഷാവരി കബാബിൻ്റെ റെസിപ്പി എല്ലാവരും കണ്ടല്ലോ. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം, ഈ കബാബിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.